ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറിനോടാണ്. തൂഫാൻ കാലവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന, അങ്ങയ്ക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പുണ്യം കിട്ടുന്ന വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇപ്പോൾ ഒരു വാർത്ത കണ്ടു, മോഹൻലാൽ അതിൻ്റെ ആരാണ്ടായിട്ട് വരുന്നു, പിന്നെ മമ്മൂട്ടി ഏതാണ്ടായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ്. ദയവ് ചെയ്ത് ഇവരുടെയൊക്കെ പ്രചരണത്തിനും ഇവരുടെയൊക്കെ മുഖം കാണിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് സംഭവിക്കും എന്ന് വരുത്താനുമൊന്നും ഇവരെ ഒന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനില്ല. അവർക്ക് അർഹിക്കുന്ന ബഹുമാനമൊക്കെ കൊടുക്കുക. ഇത്തരം സംഗതികൾക്കപ്പുറത്ത് നല്ല ഇത് മണപ്പിക്കുന്ന മിസ്റ്റി എന്ന് പറയുന്ന ഒരു ഡോഗിനെ കുറിച്ചോ മറ്റോ ഒരു വാർത്ത ഞാൻ കാണാനിടയായി. അതുപോലെയുള്ള ഏതെങ്കിലും നല്ല മണപ്പിച്ച് പിടിക്കുന്ന മൃഗങ്ങളെയോ കരുത്തുള്ള പോലീസ് ഓഫീസർമാരെയോ കഴിവുള്ളവരെയോ ധൈര്യമുള്ളവരെയോ ഒക്കെ രംഗത്തിറക്കി ഇത് കണ്ടെത്താൻ ശ്രമിക്കുകയും അങ്ങ് തന്നെ മതി ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ, അങ്ങ് തന്നെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഈ പറയുന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും രമേശ് ചെന്നിത്തലയോളം വരുന്ന സാമൂഹിക ചിന്തയും ബോധവും താല്പര്യവും അതിനോടുള്ള ഇഷ്ടവും നിർഭയമായ അഭിപ്രായം പറയാനുള്ള സ്ഥൈര്യവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ അവർക്ക് ഇനിയൊരു അവസരം കൊടുത്തു, ഇനി എല്ലാ ജില്ലയിലും ഇതുപോലെ ബ്രാൻഡ് അംബാസിഡർമാരിറങ്ങി, പിന്നെ അത് കഴിഞ്ഞ് താലൂക്കിലിറങ്ങി, അവസാനം അവരുടെ ഷോ ഓഫായിട്ട് ഇത് മാറുന്നതിന് പകരം ഇത് കൃത്യമായ ഒരു പോലീസ് നടപടിയായി അതിൻ്റെ കരുത്തോടെയും ശക്തിയോടെയും ഇത് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് തുടരേണ്ടത്. ഇവരൊക്കെ കാലാകാലങ്ങളിൽ അധികാരമുള്ളവരോടൊപ്പം ചാഞ്ഞും ചരിഞ്ഞും, ഇവിടെയാവുമ്പോൾ പ്രത്യേക രാഷ്ട്രീയം, ഡൽഹിയിലാവുമ്പോൾ വേറൊരു രാഷ്ട്രീയം, ഇതെല്ലാം ഇവർ മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുന്ന വളരെ പ്രമാണിമാരും പ്രമുഖരുമായ ആളാണ്. അവരെ അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വത്ത് സംരക്ഷിക്കണം, അവരുടെ പിന്നെ കണക്കിലില്ലാത്ത പണം സംരക്ഷിക്കണം, അവരുടെ സ്റ്റേച്ചർ സംരക്ഷിക്കണം. അവർക്ക് അത്തരം ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ എല്ലാത്തിനോടും സന്ധി ചെയ്യാൻ നിൽക്കാൻ യാതൊരു മടിയും തടസ്സവുമില്ലാത്തവരാണ്. ഇത് അങ്ങനെ സന്ധി ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ സെറ്റുകളിൽ ഇത് ഉപയോഗിക്കുന്ന വിവരം നന്നായിട്ട് ഇവർക്കറിയാം. ഇവരൊക്കെ ഏതെങ്കിലും ഒരു നടനെ ഉന്നം വെച്ചാൽ, നടിയെ ഉന്നം വെച്ചാൽ അവരെ സിനിമയിൽ പിന്നെ മുഖം പോലും കാണിക്കാതിരിക്കാൻ വേണ്ടി ധൈര്യവും ബലവും കൊടുക്കുന്നവരും അങ്ങനെ പറപ്പിച്ചു വിടുന്നവരുമാണ്. അവർ വിചാരിച്ചാൽ ഈ സെറ്റുകളിലൊക്കെയും ഇതിൻ്റെ ഉപയോഗത്തെ തടയാൻ പറ്റും. അങ്ങ് പറഞ്ഞതുപോലെ ക്യാരവനകത്ത് കയറേണ്ടി വരും എന്ന് ആരോടും പറയേണ്ടി വരുന്നൊരവസ്ഥ പോലും ഉണ്ടാവില്ല. അവരൊരു തീരുമാനമെടുത്താൽ അവർക്കതിലൊന്നും താല്പര്യമുള്ളവരല്ല. അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. പിന്നെ കിണർ തന്നെ നിറഞ്ഞ് തുളുമ്പിയാൽ അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഇത്തിരി വെള്ളം വന്ന് പൂച്ചയോ കാക്കയോ ഒക്കെ കുടിക്കുന്നത് പോലെ വല്ലപ്പോഴും അവരുടെ ഒരു സന്തോഷത്തിനും താല്പര്യത്തിനും ഒരു പബ്ലിസിറ്റിക്കും വേണ്ടി അല്ലറ ചില്ലറ ചാരിറ്റികൾ ഒക്കെ ഉപയോഗിക്കുന്നെങ്കിലും അവർ ഹോൾഡ് ചെയ്യുന്ന അസറ്റും അവർ ജീവിക്കുന്ന ജീവിതവും ഒന്നുമായി ബാക്കിയൊന്നിനെയും താരതമ്യം ചെയ്തുകൂടാ. അസൂയ കൊണ്ടും ബുദ്ധിക്കുഴപ്പം കൊണ്ടൊന്നും പറയുമല്ല, വളരെ ആത്മാർത്ഥമായി സന്തോഷം കൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇനി അവരിതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി, അവരിതിൻ്റെ മുതലാളിമാരായി അങ്ങനെയൊന്നും മാറേണ്ടതില്ല. ഇതിൻ്റെ മുതലാളിമാർ ആത്മാർത്ഥമായ അങ്ങയുടെ കീഴിൽ പണിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. വേണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറായി ഹേമേന്ദ്രൻ സാറിനെ കൂട്ടിക്കൊള്ളൂ, എന്നിട്ട് മെയിൻ സൂപ്പർ സ്റ്റാറായി രമേശ് ചെന്നിത്തല തന്നെ അങ്ങ് നിൽക്കേണ്ട കാര്യമുള്ളൂ. ഇവരുടെ സൂപ്പർ സ്റ്റാർ പദവിയും സ്റ്റാർഡവും ഒന്നും ഈ പരിപാടിക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് മണപ്പിച്ച് പിടിക്കുന്ന വല്ല പട്ടികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൃഗങ്ങളോ പിന്നെ നല്ല പോലീസ് ഓഫീസർമാരോ അതിനുവേണ്ടിയുള്ള ലൈസണിങ്ങോ നെറ്റ്വർക്കോ ഒക്കെ നടത്തി ഈ പറഞ്ഞ ഒരു കുറച്ച് വൈകിപ്പിക്കാനെങ്കിലും ആയാൽ, അങ്ങ് തുടരുന്ന കാലത്തേക്കെങ്കിലും ഇതിനെ ഒന്ന് തടസ്സപ്പെടുത്താനായാൽ, താമസിപ്പിക്കാനായാൽ 1 കോടി പുണ്യം കിട്ടും. അതുകൊണ്ട് അത്തരത്തിലൊരു ആത്മാർത്ഥതയോടെയുള്ള സമർപ്പിതമായ കരുത്തുള്ള വളരെ ടാർഗറ്റ് സ്പെസിഫിക്കായ ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റിയാൽ മതി. അല്ലാതെ ഇതിനെ ഒരു ഫാഷൻ പരേഡും ഷോ ഓഫും പിന്നെ താരസംഗമവും മേളയും ഒന്നും ആക്കി മാറ്റാതിരുന്നാൽ ഏറ്റവും ഉചിതമായിരിക്കുമെന്നാണ് എല്ലാ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറിനോട് പറയാനുള്ളത്.